ഒരൊറ്റ ചോദ്യമേ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നുള്ളൂ. നരേന്ദ്രമോദിയുടെ ED ആണോ അങ്ങേക്ക് വിശ്വാസം, അതോ കേരളത്തിലെ സർക്കാരിന് കീഴിലുള്ള വിജിലൻസ് അന്വേഷണത്തെയാണോ അങ്ങേക്ക് വിശ്വാസം? അങ്ങ് നെഞ്ചിൽ കൈവച്ച് മറുപടി പറയണം. അങ്ങയുടെ കാസർഗോഡ് MLA 101 കേസിലധികം പ്രതിയായി റെക്കോർഡ് ഇട്ടുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് വീരനായി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങയുടെ മറ്റൊരു MLA മുസ്ലിം ലീഗിന്റെ നേതാവ് അഴീക്കോട് MLA മണിക്കൂറുകൾ പിന്നിട്ട ചോദ്യം ചെയ്യലിനൊടുവിലത ആദ്യം പറഞ്ഞു ഇഞ്ചി കൃഷി നടത്തിയ കേസ്, പിന്നെ ഇഞ്ചി കൃഷി നടത്തിയ ലാഭം, പിന്നീട് പറയുന്നു 1.5 കോടി രൂപ ഏതോ പഴയ വാഹനം വിറ്റ കേസിൽ കിട്ടിയ പണം ഉപയോഗിച്ചാണ് വീട് പണിതെന്ന്. ഏത് പഴയ വാഹനം വിറ്റ് കിട്ടുമ്പോഴാണ് 1.5 കോടി രൂപ നമുക്ക് കിട്ടുന്നത്? അങ്ങനത്തെ ഒരു പഴയ വാഹനം അങ്ങൊന്ന് കണ്ടെത്തി തരാമോ? അതോ മുസ്ലിം ലീഗുകാർക്ക് മാത്രം കിട്ടുന്ന തരത്തിലുള്ള വിറ്റാൽ പഴയ വാഹനത്തിന് 1 കോടിയിലധികം കിട്ടുന്ന ഒരു വാഹനം പ്രത്യേകം ലീഗുകാർ കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങ് പറയണ്ടേ. അങ്ങയുടെ MLA എറണാകുളം ജില്ലയിലുള്ള MLA 40 ലക്ഷത്തിലധികം രൂപ പരസ്യമായി തട്ടാൻ ശ്രമിച്ച് ഓടി രക്ഷപ്പെട്ടതെന്ന് എന്റെ നിങ്ങളുടെ മുമ്പിലില്ലേ? ഈ വ്യത്യസ്ത കേസുകളിലൊക്കെ ED ചോദ്യം ചെയ്യുന്നില്ലേ? അങ്ങയുടെ പാലാരിവട്ടം പാലം പണിത കേസിലെ മുൻ മന്ത്രിയെ ED ചോദ്യം ചെയ്യുന്നില്ലേ? അങ്ങേക്ക് എന്താ നിലപാട്? അത്